എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ബ്രേക്ക്ഫാസ്റ്റ് കോംബോ ആണ് കേട്ടോ. ഒരു കപ്പ് പുട്ടുപൊടിയും തേങ്ങാപ്പാലും ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റിൽ രാവിലത്തേക്കൊക്കെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തിട്ടെടുക്കാൻ പറ്റിയ ഒരു പലഹാരമാണ്. ഇതിന്റെ കൂടെ തന്നെ നല്ല ക്രീമി ആയിട്ടുള്ള ഒരു എഗ്ഗ് കറിയും കാണിക്കുന്നുണ്ട്. അപ്പോൾ രണ്ടും നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. നമുക്ക് അതിന്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. കൂടാതെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ആ ഒരു ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് പുട്ടുപൊടിയാണ് കേട്ടോ വേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് 250 ml ഒരു കപ്പിൽ കറക്റ്റ് ഒരു കപ്പ് അളവിൽ പുട്ടുപൊടിയാണ് കേട്ടോ. ഒരുപാടങ്ങ് കുത്തി നിറച്ചൊന്നും എടുത്തിട്ടില്ല. കറക്റ്റ് ഒരു അളവിൽ ഒരു കപ്പ് പുട്ടുപൊടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഇതുപോലെ ഒരു പാത്രത്തിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ തേങ്ങാപ്പാലാണ്. 250 ml ഈ ഒരു കപ്പിൽ കറക്റ്റ് ഞാനിപ്പോൾ ആദ്യം ഇതിലേക്ക് 1.5 കപ്പ് അളവിൽ തേങ്ങാപ്പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം ഇതുപോലെ നമുക്ക് 1.5 കപ്പ് അളവിൽ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് ആദ്യം നല്ല പോലെ തന്നെ ഒരു തേങ്ങാപ്പാലും ചേർത്ത് ആ ഒരു പുട്ടുപൊടി നമ്മളൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 15 to 20 മിനിറ്റ് നമ്മളിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. ആ ഒരു പുട്ടുപൊടി നമുക്കൊന്ന് കുതിർന്ന് കിട്ടാനാണ് ആ ഒരു തേങ്ങാപ്പാലിൽ. അപ്പോൾ ഒരു 15-20 മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം ഇനി ഇത് നമുക്ക് വീണ്ടും നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ ഇത് കണ്ടില്ല, ഒരു പുട്ടുപൊടിയൊക്കെ നന്നായിട്ട് കുതിർന്ന് ഈ ഒരു കട്ടിക്കാണ് നമുക്കിപ്പോൾ ഇതിവിടെ കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടിയാണ് കേട്ടോ. ഇത് നമ്മൾ മസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കണം. നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നമ്മൾ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു 1/2 കപ്പ് അളവിൽ ചിരകിയ തേങ്ങയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു 2 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയാണ് കേട്ടോ. 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തു എന്ന് കരുതി ഒരുപാട് മധുരമൊന്നും ഉണ്ടാവത്തില്ല. ഒരു ടേസ്റ്റ് ബാലൻസിന് വേണ്ടിയിട്ട് നമ്മൾ 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്താണ്. കറി കൂട്ടി കഴിക്കുമ്പോഴൊന്നും ഒരു കുഴപ്പമില്ല, ഒരു മധുര കൂടുതലൊന്നും വരത്തില്ല. ഇതിപ്പോൾ കണ്ടില്ലേ, കുറച്ചൊരു കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് കുറച്ചൊന്ന് ലൂസ് ആക്കണം കേട്ടോ. ഒരുപാടങ്ങ് വെള്ളം പോലെയല്ല, ഞാനൊരു കറക്റ്റ് പരുവം പറഞ്ഞു തരാം. ഒരുപാട് വെള്ളം പോലെ ആയാൽ നമുക്കിത് റെഡിയായി കിട്ടില്ല. കാരണം നമ്മൾ ഓരോരുത്തരും എടുക്കുന്ന പുട്ടുപൊടിയുടെ ഒക്കെ ഒരു വ്യത്യാസം അനുസരിച്ച് ചിലപ്പോൾ ഒരു തേങ്ങാപ്പാൽ കൂടുതലോ കുറവൊക്കെ ആയെന്ന് വരാം. അപ്പോൾ വീണ്ടും ഇതിലൊരു അരക്കപ്പ് എടുത്തിട്ട് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നോക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് എടുത്ത ഒരു അരക്കപ്പ് മുഴുവനും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഒരു 1-2 ടേബിൾ സ്പൂണും കൂടെ എക്സ്ട്രാ വീണ്ടും തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ 1.5 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തത് കൂടാതെ രണ്ടാമത് ഇതുപോലെ അരക്കപ്പ് ഒരു 1-2 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുത്ത് ടോട്ടൽ ഏകദേശം എനിക്കൊരു 2 കപ്പും ഒരു 1-2 ടേബിൾ സ്പൂണും കൂടി തേങ്ങാപ്പാൽ ഇതിലേക്ക് ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ എടുക്കുന്ന ഒരു പുട്ടുപൊടിയുടെ വ്യത്യാസം അനുസരിച്ച് ചിലപ്പോൾ ഒരു തേങ്ങാപ്പാലിൽ അളവിൽ മാറ്റം വന്നെന്നിരിക്കാം. അപ്പോൾ ഇതുപോലെ കുറച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. കറക്റ്റ് ഒരു പരുവം എന്ന് പറയുന്നത് ഇതിപ്പോൾ കണ്ടില്ല, ഒരു തവിയിൽ നിന്ന് ഇങ്ങനെ ഒന്ന് ഒഴുകി വരുന്ന ആ ഒരു കറക്റ്റ് ഒരു പാകം, അല്ലാതെ അങ്ങ് വെള്ളം പോലെ അങ്ങ് ഒഴുകുന്ന ഒരു പാകത്തിന് നമ്മൾ ഈ ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കുകയും ചെയ്യരുത്. നമുക്കത് റെഡിയാക്കി കിട്ടില്ല. അപ്പോൾ ഈ ഒരു കറക്റ്റ് പാകത്തിന് നമ്മൾ റെഡിയാക്കി എടുത്തതിന് ശേഷം ഇനി ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാനിപ്പോൾ ഇതുപോലെ ചെറിയ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടാണ് ഇത് വേവിച്ചിട്ടെടുക്കുന്നത്. നിങ്ങൾക്ക് ഇത് നമ്മൾ വട്ടയപ്പൊക്കെ വേവിക്കുന്ന പോലെ ഒരു 1-2 തവണയായിട്ട് 2 സ്റ്റീൽ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇത് വേവിച്ചിട്ടെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതുപോലെ ചെറിയ പാത്രത്തിലാണ് ഇത് വേവിച്ചിട്ടെടുക്കുന്നത്. ഈ ഒരു പാത്രത്തിൽ നമ്മൾ ഇതുപോലെ കുറച്ച് നെയ്യൊന്ന് ആക്കി കൊടുക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഒരു പാത്രത്തിൽ ഒരു നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി നെയ്യ് ഉപയോഗിക്കാത്തവരാണെങ്കിൽ വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഏത് വേണമെങ്കിലും നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ നെയ്യെല്ലാം സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 2 തവിയോളം മാവ് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ല ചൂടായിട്ട് കിടക്കുന്ന ഇഡ്ഡലി പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തിട്ട് ആവിയിൽ നമ്മളിത് വേവിച്ചിട്ടെടുക്കണം കേട്ടോ. നമ്മളിത് ആവിയിലാണ് വേവിച്ചിട്ടെടുക്കുന്നത്. അപ്പോൾ ഒരു 15-20 മിനിറ്റ് ഒക്കെ ആയപ്പോഴത്തേക്ക് നന്നായിട്ട് എനിക്കിതിവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഇതുപോലെ നമ്മളൊന്ന് ഇളക്കി ഒന്ന് കൊടുത്താൽ മതി. ആ ഒരു പാത്രം തന്നെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഈസി ആയിട്ട് ഇത് വിട്ട് വരും. നന്നായിട്ട് ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ എടുക്കേണ്ടത്. ഇത് കൂർഗുകാരുടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ പാപ്പുട്ട് എന്ന് പറയുന്നത്. എൻ്റെതായ ചില മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഈ ഒരു റെസിപ്പി ചെയ്തത്. ഞാനിപ്പോൾ ഇവിടെ ഒരു നമ്മൾ പാക്കറ്റിലൊക്കെ വാങ്ങിക്കുന്ന ഒരു തരിതരി പോലുള്ള ഒരു പുട്ടുപൊടി വെച്ചിട്ടല്ല ചെയ്തത്. അവർ സാധാരണ ചെയ്യുന്നത് ആ ഒരു റോ റൈസ് പൊടിച്ച് റവയൊക്കെ പോലെ തരിതരി പോലെ ആക്കി അങ്ങനെ എടുത്തിട്ടാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു തേങ്ങാപ്പാലിന് പകരം അവർ പശുവും പാലാണ് കേട്ടോ ഒഴിക്കുന്നത്. എനിക്ക് കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നിയത് നമ്മുടെ ഒരു ടേസ്റ്റിനനുസരിച്ച് തേങ്ങാപ്പാലായിരിക്കും കുറച്ചും കൂടി നല്ലത്. തേങ്ങാപ്പാൽ ചെയ്തെടുത്തപ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇത് നല്ല നോൺ വെജ് കറികളുടെ കൂടെ കഴിക്കാനാണ് കേട്ടോ നല്ല ടേസ്റ്റ്. ഇതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ക്രീമി മുട്ടക്കറി ഞാനിപ്പോൾ ഇതിൽ കാണിക്കുന്നുണ്ട്. അതിനായിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം.
എണ്ണയൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് 1 ടീസ്പൂൺ അളവിൽ കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും 1/2 ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകം കൂടി ഇട്ട് കൊടുക്കുകയാണ്. 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയിട്ടെടുക്കുക. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസ് സവാള ഇതുപോലെ കട്ട് ചെയ്തത്, കുറച്ച് കറിവേപ്പില എന്നിട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു സവാള നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഇത് കണ്ടില്ലേ, ഈ ഒരു പരുവത്തിന് നമ്മൾ സവാള നല്ല പോലെ തന്നെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അത്യാവശ്യം നല്ല വലിയൊരു തക്കാളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ആ ഒരു തക്കാളിയും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് തക്കാളി നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കണം. നല്ല പോലെ തന്നെ തക്കാളിയും വഴണ്ട് തക്കാളിയുടെ ഒരു പച്ചച്ചുവയൊക്കെ പൂർണ്ണമായി മാറിയതിന് ശേഷം ഇതിലേക്ക് 2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും, 3/4 ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാല, 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ചേർത്തൊന്ന് ഇളക്കിയിട്ടെടുക്കുക. പൊടികളുടെ പച്ചച്ചുവ പൂർണ്ണമായി മാറിയതിന് ശേഷം ആദ്യം ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ശേഷം ഇതിലേക്ക് വീണ്ടും ഞാൻ 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ടോട്ടൽ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. 250 ml വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തിളച്ച് കയറി വരുന്ന സമയത്ത് ഞാനിപ്പോൾ ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ല. ഇതിന് പകരം നിങ്ങൾക്ക് 1 കപ്പ് അളവിൽ തേങ്ങാപ്പാൽ വേണമെങ്കിൽ ഇതിലേക്ക് നല്ല കട്ടി തേങ്ങാപ്പാൽ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതിന് പകരം ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇതുപോലെ ഒരു 100 ഗ്രാം അളവിൽ ഫ്രഷ് ക്രീമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഫ്രഷ് ക്രീം ഒരു 100 ഗ്രാം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കിയിട്ടെടുക്കാം. ഈ ഒരു സമയത്ത് ഇതിൻ്റെ ഒരു ടേസ്റ്റ് നോക്കുക. ഇതിൽ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇതിലൊരു കുറച്ചൊരു എരിവിൻ്റെ ഒരു കുറവുണ്ട്. വീണ്ടും ഒരു 1/4 ടീസ്പൂണും കൂടി ഞാൻ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 4 കോഴിമുട്ട ഇതുപോലെ പുഴുങ്ങി ഞാനൊന്ന് കട്ട് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്നതാണ്. ആ ഒരു മുട്ട നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ശേഷം ഇതുപോലെ നന്നായിട്ട് ഒരു മുട്ടയും ചേർത്ത് ഇളക്കിയതിന് ശേഷം തീ നല്ല പോലെ തന്നെ കുറച്ച് വെച്ച് കൊടുത്തിട്ട് 4-5 മിനിറ്റ് നമ്മളിതൊന്ന് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മാത്രം മതി. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു ക്രീമി മുട്ടക്കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പാപ്പുട്ടിൻ്റെ കൂടെ ചിക്കൻ കറിയും ബീഫ് കറിയൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ തന്നെ ടേസ്റ്റാണ് ഈ ഒരു മുട്ടക്കറിയും. അപ്പം നിങ്ങൾക്ക് ഏത് കറി വേണമെങ്കിലും റെഡിയാക്കി എടുക്കാവുന്നതാണ് ഇതിൻ്റെ കൂടെ. ഈ ഒരു 2 ഐറ്റം നമുക്ക് രാവിലെയൊക്കെ എണീറ്റ് വളരെ സിമ്പിളായിട്ട് ചെയ്തിട്ടെടുക്കാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് വന്നറിയിക്കണേ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ഒരു സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിലെ കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.